പാടൂ ഓരോ രാഗം നീ ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരിവയ്ക്കൂ നീ മിഴികൾ വിടർത്താൻ വാ. നമ്മുടെയൊക്കെ സങ്കല്പത്തിലുള്ള ഓണം അതിനൊരു മോഡലാണിത്. കാരണം ഗുരുതുല്യരായവരെ ആദരിച്ചുകൊണ്ടുള്ള ഓണം ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു നല്ല പാഠം കൂടിയാണ്. കാരണം അവർക്ക് പഠിക്കാൻ ഇങ്ങനെ ഒരു ഓണക്കാലം ഉണ്ടായിരുന്നു. ഈ എല്ലാവരെയും ആദരിച്ചുകൊണ്ടും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുമുള്ളൊരു ഓണക്കാലം പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. അത് ഇനിയും നടക്കും എന്നുള്ളതിന് സുഹൃത്ത് ചാരിറ്റബിൾ സൊസൈറ്റി ഒരു മാർഗം അല്ലെങ്കിൽ ഒരു മോഡൽ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന അമ്മമാരോടൊക്കെ മുതിർന്നവരോടൊക്കെ പറയാനുള്ളത്, സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടവരും ഏറ്റവും കൂടുതൽ പരിചരിക്കപ്പെടേണ്ടവരുമാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ പ്രിവിലേജ്, ആ പ്രിവിലേജിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാവുന്നതാണ്. മക്കൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വരുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർക്കൊക്കെ നിയമം പറഞ്ഞു കൊടുക്കേണ്ടി വരും. സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, നിയമം. ആ നിയമം നിങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ്. ഏത് ഗവൺമെൻറ് ആയാലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് നിങ്ങളുടേത്, സീനിയർ സിറ്റിസൺസിൻ്റെ. അത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ റൈറ്റാണ്, നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളെ പരിചരിക്കുക എന്നുള്ളത്, പരിചരണം കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഹരിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു സംശയവും വേണ്ട, അധികാരത്തോടെ അവകാശത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് പരാതിപ്പെടാം. നിങ്ങൾക്ക് ഏറ്റവും യുക്തമായിട്ടുള്ള നീതി അവിടെ ലഭിച്ചിരിക്കും. സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരം നിങ്ങളെ പരിചരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ മക്കളുടെയും ചെറുമക്കളുടെയും ഉത്തരവാദിത്വമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നോക്കില്ല എന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചരണം തരത്തില്ല, നിങ്ങൾക്ക് ഒന്നും തരത്തില്ലെന്ന് അവർ പറഞ്ഞാൽ അത് വലിയ ഒഫൻസാണ്, വലിയ കുറ്റകൃത്യമാണ്. നിങ്ങൾക്ക് വീണ്ടും അത് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള അധികാരമുണ്ട്. ചെറുമക്കൾ വരെ നിങ്ങളെ നോക്കണമെന്നാണ് ആക്ട് പറയുന്നത്. അത് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വളരെ ഹൃദ്യമായ ഈ ഒരു ഓണ ആഘോഷം കാര്യം ഞാൻ ഇതുവരെ പങ്കെടുത്തതിൽ എനിക്ക് ഏറ്റവും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഓണാഘോഷമായിട്ട് ഇതിനെ, ഓണത്തിൻ്റെ ആഘോഷമായിട്ട് ഇതിനെ കാണുന്നു. ഇവിടെ ഒരു ഓണം നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹത്തിൽ ഇവിടുത്തെ വൃദ്ധ മാതാപിതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അധികാരികളെ മൊത്തം വിളിച്ചു വരുത്തിക്കൊണ്ടുള്ളൊരു ഓണമാണ് ഇവിടെ നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. ഇവിടെ നേറ്റങ്കര DSP ഷായി സാറും ബാലരാര CI, അതുപോലെ തന്നെ ബാലരാര SI, അതുപോലെ ജനപ്രതിനിധികൾ, എല്ലാ ബാലരാരം പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ, വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ, പിന്നെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരെ സംഘടിപ്പിച്ചുള്ള ഒരു ഓണാഘോഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓണാഘോഷം നടത്തുന്ന വേറെ ഒരു പ്രകസനത്തിന് വേണ്ടിയല്ല, ഇവിടുത്തെ വൃദ്ധ പിതാക്കന്മാർക്ക് ഒരു മാനസികമായ ഉല്ലാസം കിട്ടുന്നതിലേക്ക് വേണ്ടിയും അവരുമായിട്ടൊന്ന് കണ്ട് ഒരു ഇടപഴകുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ഓണാഘോഷമാണ്. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഓണാഘോഷത്തിന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ചാരിറ്റബിൾ സുഹൃത്ത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം വേണമെന്ന് ത്യാഗം ഉണ്ടാകണമെന്ന് ഞാൻ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്.